തിരുവനന്തപുരത്ത് നിന്നായിരുന്നു ജിബിൻ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം അപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ SFI പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ സമരം അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തിയിരുന്നു. ലാത്തിചാർജിലും പിരിഞ്ഞു പോകാതെ SFI പ്രവർത്തകർ അവിടെ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ SFI പ്രവർത്തകർ പോലീസ് വാഹനത്തിന് മുന്നിൽ നിൽപ്പുണ്ട്. അതിനിടെ പരിക്കേറ്റ SFI പ്രവർത്തകരെ ആശുപത്രിയിലാക്കണമെന്ന ആവശ്യം SFI നേതാക്കൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് വേണ്ടി കണ്ണീർ വാതകം പ്രയോഗിക്കും എന്ന് പോലീസ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. അവർ SFI പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പോലീസ് വാഹനത്തിൻ്റെ ചില്ല് തകർത്തു. പോലീസ് 2 തവണ ലാത്തിചാർജ് നടത്തി. 5 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SFI പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. അവർ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവർ ബാരിക്കേഡ് മറിച്ചിടാൻ വീണ്ടും ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ചില പോലീസുകാർ അത് തടയാൻ ശ്രമിക്കുന്നുമുണ്ട്. നേരത്തെ പോലീസ് ചുവന്ന ബാനർ ഉയർത്തിയിരുന്നു. ഉച്ചഭാഷണിയിലൂടെ അനൗൺസ് ചെയ്തിരുന്നു ന്യായവിരുദ്ധമായി ചേർന്ന സംഘടിച്ച ജനക്കൂട്ടം അവിടെ നിന്ന് പോകണം, ഇല്ലെങ്കിൽ കണ്ണീർ വാതകം പ്രയോഗിക്കും എന്നായിരുന്നു അനൗൺസ് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.